നമസ്കാരം. സി പി എമ്മിന് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, എം വി ഗോവിന്ദൻ. കണ്ടവരുണ്ടോ? എവിടെ പോയി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് ചോദിക്കുന്നു പലരും. വാർത്താ സമ്മേളനങ്ങളുടെ തമ്പുരാനായിരുന്നു. അതായത് ഒരു ദിവസം തന്നെ 3-4 വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തിക്കളയും. മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ അടിച്ചു വിടുന്നത് കേട്ടാൽ ഇങ്ങേർക്ക് ഇത് തന്നെയാണ് പണി എന്നുള്ള കാര്യം നമുക്ക് തോന്നിപ്പോകും. മാധ്യമങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇദ്ദേഹം എവിടെ പോയാലും ഒരു മാധ്യമ കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ പുറകെയുണ്ട്. പിന്നൊരു കാര്യം, ഈ പറയുന്നതൊക്കെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ദോഷകരമായി ഭവിച്ചിട്ടേ ഉള്ളൂ എന്നത് മറ്റൊരു കാര്യം. എന്ത് പറഞ്ഞാലും ഒരു പ്രദേശത്ത് പോയി, ഒരു പഞ്ചായത്തിൽ പോയി എം വി ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ മിനിമം 100 വോട്ടെങ്കിലും സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുറയും. ഗോവിന്ദൻ മാഷ് വാർത്താ സമ്മേളനങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി മാഷിപ്പം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളെ കാണുന്നില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടി ഇറങ്ങി അങ്ങ് പോവുകയാണ് പതിവ്. ഇക്കാര്യങ്ങളൊക്കെ എം സ്വരാജിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എം സ്വരാജിൻ്റെ വാർത്താ സമ്മേളനങ്ങളുടെ കാര്യം നമ്മൾ ഇന്നലെ വാർത്തയായി വിശകലനമായി നൽകുകയും ചെയ്തു. അടുത്ത പാർട്ടി സെക്രട്ടറി ആകാനുള്ള തയ്യാറെടുപ്പിലാണ് സ്വരാജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാർത്ത നൽകി. തീർച്ചയായിട്ടും എം വി ഗോവിന്ദൻ മാഷ് വല്ലാത്ത ഒരു പെടലാണ് പെട്ടിരിക്കുന്നത്. മിണ്ടരുത് എന്ന് പിണറായി പറഞ്ഞിട്ടുണ്ടോ എന്നും ഞങ്ങൾ സംശയിക്കുന്നു. കാരണം പിണറായി പറയുന്നത് അതേപടി വിളിച്ചു പറയുകയും പിണറായിക്ക് വേണ്ടി വാദിക്കുകയും പിണറായിക്ക് വേണ്ടി കളിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ് ഗോവിന്ദൻ മാഷ്. ശരിക്കും ഗോവിന്ദൻ മാഷ് പ്രതിരോധത്തിലായത് ഇതിലൊന്നുമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഭാര്യ ടി കെ ശ്യാമള പഴയ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സണാണ്. ആന്തൂർ സാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശ്യാമള കുറ്റാരോപിതയായിരുന്നു. അവർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. അവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രതിരോധത്തിലാക്കാൻ കാരണം ഗോവിന്ദൻ മാഷെ. കാരണം ടി കെ ഗോവിന്ദൻ എന്ന് പറയുന്ന മറ്റൊരു സഖാവ് ടി കെ ശ്യാമളയ്ക്കെതിരെയും എം വി ഗോവിന്ദനെതിരെയും ഒക്കെ തന്നെ നിന്നതും ഒക്കെ കണ്ടതാണ്. അതുപോലെ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും ഒക്കെ പാർട്ടിക്കെതിരെ തിരിഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ഇതിനകത്ത് എന്ത് വേണം എന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ മാഷെ ഇനി നിങ്ങൾ മിണ്ടണ്ട എന്ന് ചിലപ്പോൾ പിണറായി പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും മാഷ് മിണ്ടാതെ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്നയാളല്ല, വളരെ കാര്യമായി മറുപടി പറയുന്നയാളാണ്. അല്പം താത്വികമായിട്ടാണെങ്കിലും മറുപടി പറയാറുണ്ട്. പക്ഷേ വാ തുറന്നാൽ വോട്ട് കുറയും എന്ന് ഭയന്നതുകൊണ്ടോ ഭാര്യയും ഭർത്താവുമൊക്കെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമായി പാർട്ടി എഴുതി കൊടുത്തു എന്ന് സഖാക്കൾ തന്നെ പറയുന്ന അവസ്ഥ ഉള്ളതുകൊണ്ടോ ഒക്കെയാണെന്ന് തോന്നുന്നു. ഗോവിന്ദൻ മാഷെ ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങളൊന്നും കാണാനില്ല. ഇനി വരും ദിവസങ്ങളിൽ എന്താണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം എങ്ങാനും ജയിച്ചാൽ മാഷ് അതിശക്തനായി തന്നെ പ്രത്യക്ഷപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.